നമ്മൾ കരുതുന്നത് പോലെ മുത്തശ്ശി വെറുമൊരു കഥയല്ല പറഞ്ഞത്. മുത്തശ്ശിയുടെ അല്ല, വേദാൻഷിയുടെ ജീവിതകഥയാണത്. അത് കേട്ടതും വേദയും വൃന്ദയും ആദ്യം നോക്കിയിരുന്നു. മുത്തശ്ശി പറഞ്ഞ കഥയിലെ കഥാപാത്രങ്ങളും കുടുംബവുമെല്ലാം സത്യം തന്നെയാണ്. മുത്തശ്ശിക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയല്ല കഥാപാത്രങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ പേര് പറഞ്ഞത്. എല്ലാം കൂട്ടി വായിക്കുമ്പോ ഈ കഥയിൽ പറയുന്നത് നമ്മുടെ ദ്വാരകയിൽ നടന്ന സംഭവമായിരിക്കില്ലേ? ആദി അവനിൽ ഉരുത്തിരിഞ്ഞ സംശയങ്ങൾ അവരോടായി പങ്കുവച്ചു. അങ്ങനെയാണെങ്കിൽ വേദ, നിന്റെ അച്ഛൻ, അതായത് രുദ്രമാമന്റെ അച്ഛനല്ലേ ഈ രഘുരാമൻ? ആദി സംശയത്തോടെ ചോദിച്ചതും വേദ ഞെട്ടി നിന്നു. അതെങ്ങനെ ശരിയാവും? വീരഭദ്രൻ എന്നല്ലേ രുദ്രമാമയുടെ അച്ഛന്റെ പേര്? എല്ലാ പേരുകളും പറയുമ്പോ അതും ശരിയാകേണ്ടതല്ലേ? പക്ഷേ അതിൽ രഘുരാമൻ നായർ എന്നല്ലേ പറയുന്നത്? വൃന്ദ ചോദിച്ചതും വേദയും ആദിയും അവൾ പറഞ്ഞത് ശരിയാണെന്ന് ഓർത്തു. ഒരു കൈ ഏണിലും മറുകൈ അവരെ ചൂണ്ടിക്കൊണ്ട് അവൾ പറയാൻ തുടങ്ങി. അത് മാത്രമല്ല, രഘുരാമന് ഒരു മകനുണ്ടെന്നൊന്നും കഥയിൽ പറയുന്നില്ലല്ലോ. സാവിത്രി ഗർഭിണിയാണെന്നല്ലേ പറയുന്നത്? സാവിത്രി! ആ പേര് പറഞ്ഞുകൊണ്ടിരിക്കെ അവൾ ഒരു നിമിഷം ഞെട്ടലോടെ അവരെ നോക്കി. അവരിലും അതേ ഭാവം തന്നെയായിരുന്നു. വെയിറ്റ്, നിന്റെ മുത്തശ്ശിയുടെ പേര് സാവിത്രി എന്ന് തന്നെ ആയിരുന്നില്ലേ വേദേ? ആദി വേദയോടായി ചോദിച്ചു. അവൾ ആണെന്ന് തലയാട്ടി. യെസ്, അപ്പോ എല്ലാം റിലേറ്റഡ് ആണ്. നമ്മൾ കരുതുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ. മുത്തശ്ശി എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, മുത്തശ്ശന്റെ ചേട്ടന്റെ പേരാണ് എനിക്കിട്ടിരിക്കുന്നത് എന്ന്. അന്ന് ഞാൻ ആ മുത്തശ്ശനെ പറ്റി ചോദിച്ചപ്പോ മരിച്ചുപോയെന്ന് മാത്രം പറഞ്ഞു. അപ്പോ വേദ, നിനക്ക് ഈ പേരിട്ടതും മുത്തശ്ശിയുടെ ചേച്ചി വേദാൻഷിയുടെ ഓർമ്മയിലാണ്. സോ മുത്തശ്ശി മനഃപൂർവ്വം വീരഭദ്രൻ എന്ന പേര് മാറ്റി രഘുരാമൻ എന്നാക്കിയതാണ്. ഇതൊരു മുത്തശ്ശി കഥയായി കാണണ്ട, ഇത് ദ്വാരകയിൽ നടന്ന സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ വേദാൻഷി തിരിച്ചു വന്നോ? ആരായിരിക്കും വേദാൻഷിയെ തകിടിൽ നിന്ന് മോചിപ്പിച്ചത്? അവളുടെ പ്രതികാരം തീർത്തു കാണുമോ? മുത്തശ്ശിയെ അയാൾ ഉപദ്രവിച്ചിട്ടുണ്ടാവുമോ? തന്നിലെ സംശയങ്ങൾ ഓരോന്നായി ചോദിച്ചുകൊണ്ട് വേദ ആ കുളക്കടവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അതെല്ലാം അറിയണമെങ്കിൽ മുത്തശ്ശി ബാക്കി കഥ പറയണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആദ്യ പറഞ്ഞതനുസരിച്ച് രണ്ടുപേരും തലയാട്ടി. കഥയിലെ സന്ദർഭങ്ങളും കഥാപാത്രങ്ങളും അവരുടെ അച്ഛനമ്മമാരുടെ ജീവിതവുമായി ഒത്തുനോക്കി മൂന്ന് പേരും കുറച്ചുനേരം കുളക്കടവിലിരുന്നു. അവിടെ കല്യാണവും മറ്റു ചടങ്ങുകളും കഴിഞ്ഞ് വധൂവരന്മാർ ഇറങ്ങാനുള്ള സമയവുമായി കഴിഞ്ഞിരുന്നു. നന്ദ നിറ കണ്ണുകളോടെ തന്റെ അമ്മയെയും അനുജത്തിയെയും വാരിപ്പുണർന്നു. തന്റെ മകളെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് അവർ യാത്രയാക്കി. വിശ്വയും നന്ദയും ആദിയും വേദയും വൃന്ദയും ഒരു കാറിലും ബാക്കിയുള്ളവർ മറ്റു കാറുകളിലും ബസ്സിലുമായി ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. മധുരമയും വസുന്ധരയും മീനാക്ഷിയും നേരത്തെ തന്നെ ദ്വാരകയിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് തന്നെ വിശ്വയും നന്ദയും വന്നപ്പോൾ അവരെ കാത്ത് നിലവിളക്കും താലവുമായി അവർ ഉമ്മർത്ത് നിൽപ്പുണ്ടായിരുന്നു. നന്ദയും വിശ്വയും കാറിൽ നിന്നും ഇറങ്ങി നിന്നു. മീനാക്ഷി കയ്യിൽ കരുതിയ താലവുമായി അവരുടെ മുന്നിൽ ചെന്നുകൊണ്ട് ആരതി ഒഴിഞ്ഞ് കുറച്ച് കുങ്കുമം നന്ദയുടെയും വിശ്വയുടെയും നെറ്റിയിൽ ചാർത്തി. ശേഷം മധുരിമ തന്റെ കയ്യിൽ കരുതിയ നിലവിളക്ക് നന്ദയുടെ കൈകളിൽ ഏൽപ്പിച്ചു. അവൾ നിറഞ്ഞ ചിരിയോടെ അത് ഏറ്റുവാങ്ങി. നന്ദ വലതുകാൽ വെച്ച് ദ്വാരകയുടെ പടികൾ കയറി. അവൾക്കൊപ്പം വിശ്വയും നടന്നു. അങ്ങനെ മറ്റു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് രാത്രിയോടെ നന്ദയെ മണിയറയിലേക്ക് പറഞ്ഞുവിടാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് അഞ്ജലിയും ഹരിതയും മഹിയും മഞ്ജുഷയും. ആദിയും വേദയും വൃന്ദയും അതിഥിയും ചേർന്ന് മണിയറ നല്ല ഭംഗിയായി ഇതിനോടകം തന്നെ ഒരുക്കിയിരുന്നു. വിശ്വ ഇതിനൊന്നും സമ്മതിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് വിശ്വയെ കുറച്ചു സമയത്തേക്ക് അവിടെ നിന്നും മാറ്റാൻ അവർ നകുലനെയും ദിവാകരനെയും കൂട്ടുപിടിച്ചിരുന്നു. വിശ്വ ഇപ്പോ അവരുടെ കൂടെയാണ്. ആദിയും കൂട്ടരും തങ്ങളുടെ ദൗത്യം കഴിഞ്ഞതും നകുലനും ദിവാകരനും സിഗ്നൽ നൽകി. അതനുസരിച്ച് അവർ വിശ്വയെ മുറിയിലേക്ക് പറഞ്ഞയച്ചു. സെറ്റ് സാരിയും മുല്ലപ്പൂവും ഒക്കെ ചൂടി കയ്യിൽ ഒരു പാൽ ഗ്ലാസും കൊടുത്ത് മഹിമയും മഞ്ജുഷയും നന്ദയെ വിശ്വയുടെ മുറിയിലേക്ക് പറഞ്ഞയച്ചു. നന്ദ മുറിക്കുള്ളിൽ കയറിയപ്പോൾ വിശ്വ അവിടെ കട്ടിലിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇതെല്ലാം
ആ ആദിയുടെയും വേദിയുടെയും വൃന്ദയുടെയും പണിയാ, കാര്യമാക്കണ്ട. അല്ല, ആദ്യ രാത്രിയൊക്കെ അല്ലേ, കുറച്ച് ഓവറായാലും കുഴപ്പമൊന്നുമില്ല. നന്ദ ചുറ്റിനും നോക്കുന്നത് കണ്ടുകൊണ്ട് വിശ്വ പറഞ്ഞതും നന്ദ മെല്ലെ ചിരിച്ചു. ശേഷം പാൽ ഗ്ലാസുമായി അവൾ നടന്ന് അവൻ അരികിൽ വന്നു. വിശ്വ അവളുടെ കയ്യിലെ പാൽ ഗ്ലാസ് വാങ്ങി ടേബിളിൽ വെച്ചു. ശേഷം തന്റെ അരികിലായി അവളെ ഇരുത്തി. ഒടുവിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം ഭംഗിയായി നടന്നു, അല്ലേ നന്ദേ? നന്ദയുടെ മുഖം തന്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് വിശ്വ പറയുമ്പോ നന്ദ അവനെ നോക്കി തലയാട്ടി. വിശ്വ അവളുടെ നെറുകയിൽ ഒന്ന് മുത്തിക്കൊണ്ട് അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളും അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നു. മുത്തശ്ശി, വേദാൻഷയുടെ ബാക്കി കഥ പറഞ്ഞതാ. അനുവിനെയും കുട്ടികളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ആദിയും വേദയും വൃന്ദയും ചോദിപ്പിച്ചു. ഇപ്പോഴോ? ഇന്ന് എല്ലാവർക്കും ക്ഷീണമുണ്ടാവില്ലേ? എനിക്കും നല്ല ക്ഷീണമുണ്ട്. നാളെ ആകട്ടെ മക്കളെ. അയ്യോ, അങ്ങനെ പറയില്ല മുത്തശ്ശി. കുട്ടികളെ പോലെ ഞങ്ങൾക്കും അറിയണം വേദാൻഷിയുടെ കഥ. പ്ലീസ് മുത്തശ്ശി, പറ. വേദ വസുന്ധരയുടെ അടുത്തായി വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. ഒപ്പം കുട്ടികളും വാശി പിടിച്ചു. അവസാനം വസുന്ധര നിവൃത്തിയില്ലാതെ കഥ പറയാമെന്ന് സമ്മതിച്ചു. എല്ലാവരും കഥ കേൾക്കുവാൻ സജ്ജമായിരുന്നു. വേദാൻഷിയെ ബന്ദിയാക്കി മാസങ്ങൾക്ക് ശേഷം തന്റെ വലത് കൈ നഷ്ടപ്പെട്ടതിന്റെ പ്രതികാരമായി ഭരതൻ ശ്രീലകത്തിന്റെ മുറ്റത്ത് അടുത്ത തന്ത്രവുമായി കാലുകുത്തി. ഭരത, ഇതിപ്പോ എന്റെ കുട്ടി മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതിനുള്ളിൽ അവളുടെ അനുജത്തിയുടെ വിവാഹം നടത്തുക എന്ന് പറഞ്ഞാ അത് ശരിയാകുമോ? മാത്രമല്ല, അവൾ പഠിച്ചുകൊണ്ടിരിക്കുവല്ലേ. വസുവിന്റെ പഠനം നിർത്തിയെന്നറിഞ്ഞാൽ ദാസനും ആനന്ദും അടങ്ങിയിരിക്കില്ല. ഒരിക്കൽ എന്റെ മോൾക്ക് വേണ്ടി അവർ വാശി പിടിച്ചിരുന്നു. പക്ഷെ അന്ന് എന്റെ വാശി കാരണം അവർ അയഞ്ഞു തന്നു. ഇനി അത് ഉണ്ടാകണമെന്നില്ല. തന്റെ ഉള്ളിലെ ആശങ്ക കൃഷ്ണൻ പ്രകടിപ്പിച്ചു. എന്റെ കൃഷ്ണ, അവളുടെ പഠിപ്പ് നിർത്താൻ ആരാ പറഞ്ഞേ? അവള് പഠിക്കട്ടെ. അവളുടെ പഠിത്തമൊക്കെ കഴിയുമ്പോ അജിദേവ് അവളെ ദില്ലിയിലേക്ക് കൂട്ടിക്കൊണ്ട് പൊക്കോളും. അവനും ജോലിയൊക്കെ കിട്ടിയതല്ലേ ഉള്ളൂ. എല്ലാം ഒന്ന് ശരിയാകുന്നത് വരെ അവൾ ദ്വാരകയിൽ നിന്ന് പഠിച്ചോളൂ. അവർക്ക് അതിന് എതിർപ്പൊന്നുമില്ല. ഭരതൻ പറയുന്നത് കേട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയായിരുന്നു കൃഷ്ണൻ. കൃഷ്ണ, ഇതിപ്പോ എന്തുകൊണ്ടും നല്ല ആലോചനയാ. ഇതിനെയൊക്കെയാ ദൈവനിശ്ചയമെന്ന് പറയുന്നേ. അജിദേവിന് നമ്മുടെ വസുവിനെ ഇഷ്ടപ്പെടാനും വീണ്ടും ദ്വാരകയിൽ നിന്നും ഒരു വിവാഹാലോചന വരാനും എല്ലാം ഒരു നിമിത്തമായി കണ്ടോളൂ. നമ്മളുടെ വേദയും ആദിയും രഘുരാമനോട് ഈ വിവരം പറഞ്ഞിരുന്നു അത്രേ. മരിച്ചു പോയിട്ടും അവരുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാണ് രഘുരാമൻ എന്നോട് ഈ ആലോചനയുടെ കാര്യം സൂചിപ്പിച്ചത്. കൃഷ്ണൻ എന്തായാലും ദാസനോടും ആനന്ദിനോടും ഒന്ന് സംസാരിച്ചു നോക്ക്. വസുവിന്റെ പഠനം ഒരിക്കലും മുടങ്ങില്ല. നിനക്കും അറിയാവുന്നതല്ലേ, വേദയെ ദില്ലിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഇരുന്നതല്ലേ ആദിദേവ്. പക്ഷേ അത് കേട്ടപ്പോ കൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ തല കുനിച്ചിരുന്നു പോയി. ആ, കഴിഞ്ഞത് കഴിഞ്ഞു. അതൊന്നും ഇനി ഓർക്കേണ്ടതില്ല. ഇപ്പോ വസുവിന്റെ കാര്യമാണ് പ്രധാനം. ദാസന്റെ വിവാഹം കഴിഞ്ഞില്ലേ? ഇനി വസുവിന്റെ വിവാഹം കൂടി കഴിഞ്ഞാലേ നമ്മുടെ ആനന്ദിന് ഒരാലോചന നോക്കാൻ കഴിയൂ. അതുകൊണ്ട് വെച്ച് താമസിപ്പിക്കണ്ട. നീ എന്തായാലും ഒന്ന് സംസാരിക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് ഭരതൻ ശ്രീലകത്തിൽ നിന്നും ഇറങ്ങി. കൃഷ്ണൻ ഭരതൻ പറഞ്ഞ വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. അയാൾക്ക് തനിച്ചൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ദാസനോടും ആനന്ദിനോടും സംസാരിക്കാൻ കൃഷ്ണൻ തീരുമാനിച്ചു. ആനന്ദിന്റെ പഠനമൊക്കെ കഴിഞ്ഞ് വിദേശത്തെ ഒരു ബാങ്കിൽ ജോലി ചെയ്യുകയാണ്. ദാസൻ കൃഷ്ണന്റെ വ്യാപാരം പൂർണ്ണമായും ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. വേദയുടെ മരണശേഷം കൃഷ്ണന്റെ ആരോഗ്യനില അത്ര തൃപ്തികരമല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാം കൃഷ്ണൻ ദാസനെ ഏൽപ്പിച്ചു. അന്ന് വൈകുന്നേരം ദാസൻ ശ്രീലകത്തേക്ക് വന്നപ്പോ അവനെ കാത്ത് കൃഷ്ണൻ നിൽപ്പുണ്ടായിരുന്നു. കൃഷ്ണന്റെ മുഖത്തെ ഭാവവ്യത്യാസം കണ്ടപ്പോൾ തന്നെ തന്റെ മാമയ്ക്ക് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലായി. എന്താ മാമേ, എന്തു പറ്റി?
ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഏയ്, ഇല്ല കുട്ടി. മോനോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. പതറി പറയുന്ന കൃഷ്ണനെ നോക്കി നിൽക്കുകയായിരുന്നു ദാസൻ. പറഞ്ഞോളൂ മാമേ. നീ ഇപ്പോ വന്ന് കയറിയതല്ലേ ഉള്ളൂ. നീ പോയിന്ന് കുളിച്ചിട്ട് വാ, എന്നിട്ട് സംസാരിക്കാം. അപ്പോഴേക്കും ദാസന്റെ ഭാര്യ മാലതി അവിടേക്ക് എത്തിയിരുന്നു. ദാസന്റെ കയ്യിൽ നിന്നും സഞ്ചിയും മറ്റും വാങ്ങി അവൾ അവനെ കുളിക്കാനായി പറഞ്ഞയച്ചു. വേദയുടെ വിവാഹം കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ദാസന്റെ വിവാഹം കഴിഞ്ഞിരുന്നു. കുളി കഴിഞ്ഞു വന്ന ദാസൻ കൃഷ്ണന്റെ അടുത്തേക്ക് ചെന്നു. എന്താ മാമേ, ഇനി കാര്യം പറഞ്ഞോളൂ. കൃഷ്ണന് എങ്ങനെ ഈ വിവരം ദാസനോട് പറയണമെന്നറിയാതെ കുറച്ചു നേരം അങ്ങനെ നിന്നു. കുറച്ചു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം കൃഷ്ണൻ ഭരതൻ പറഞ്ഞ കാര്യങ്ങൾ ദാസനോട് വിവരിച്ചു. ആ സമയം പ്രഭാവതിയും ലക്ഷ്മിക്കുട്ടിയും മാലതിയും അവിടേക്ക് വന്നിരുന്നു. കൃഷ്ണൻ പറയുന്നതെല്ലാം അവരും കേട്ടു. എല്ലാം പറഞ്ഞു തീർന്നതും ദാസന്റെ മുഖം മാറുന്നത് കൃഷ്ണൻ ശ്രദ്ധിച്ചു. മോനെ, ഇവിടെ നിങ്ങൾ എന്താണോ പറയുന്നത് അത് മാത്രമേ ഞാൻ അനുസരിക്കൂ. ഒരിക്കൽ എന്റെ വാശിയുടെ പുറത്ത് എന്റെ കുട്ടി, ഒരുപക്ഷെ അന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ എന്റെ കുട്ടിയെ പഠിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ ആ വിവാഹവും നടക്കില്ലായിരുന്നു. എന്റെ കുട്ടി ഇപ്പോ ജീവനോട് എന്റെ അടുത്തുണ്ടായിരുന്നേനെ. അതുകൊണ്ട് ഇപ്പൊ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് പേടിയാ. നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന തീരുമാനം പറഞ്ഞോളൂ. ഞാനത് ഭരതനോട് പറയാം. എന്താ? കൃഷ്ണന്റെ വാക്കുകളിൽ നിന്നും അയാൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം ദാസന് ഊഹിക്കാൻ കഴിഞ്ഞു. ഇനിയും തെറ്റായ ഒരു തീരുമാനം എടുത്താൽ അത് വസുവിനെ സാരമായി ബാധിക്കുമോ എന്ന ചിന്തയാണ് കൃഷ്ണനിൽ. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണൻ അവർക്കായി ആ ദൗത്യം കൈമാറിയത്. വേണ്ട മാമേ, അവള് പഠിക്കട്ടെ. വിവാഹമൊക്കെ പിന്നീടാവാം. അത് മാത്രമല്ല, അവളുടെ താല്പര്യം കൂടി നമ്മൾ നോക്കണം. ഒരിക്കൽ ഇതുപോലെ വേദിയുടെ വിവാഹക്കാര്യം മാമ പറയുമ്പോൾ അവൾ അതിനെ എതിർത്തിരുന്നു. പക്ഷെ അന്ന് മാമ അവളെ കേട്ടില്ല. ഇന്ന് വസുവിനെ നമ്മൾ കേൾക്കണം. അതല്ലേ നല്ലത്? ദാസൻ കൃഷ്ണന്റെ തോളിലൊന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞു. കൃഷ്ണനും അത് ശരിവെച്ചു. അതെ, അത് തന്നെയാണ് വേണ്ടത്. പ്രഭേ, നീ വസുവിനെ ഇങ്ങോട്ടൊന്ന് വിളിച്ചോണ്ട് വരൂ. കൃഷ്ണൻ പറഞ്ഞതും പ്രഭാവതി പോകാൻ തുടങ്ങിയതും മാലതി അവരെ തടഞ്ഞു. വസുവിനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാമേ. അത്രയും പറഞ്ഞ് മാലതി വസുവിനെ വിളിക്കാനായി അകത്തേക്ക് പോയി. കുറച്ചു സമയത്തിനുള്ളിൽ മാലതി വസുവിനെ കൂട്ടി അവിടേക്ക് വന്നു. വസുവിനോട് ഈ വിവരം പറയാൻ കൃഷ്ണന് സാധിക്കാത്തതിനാൽ ആ ദൗത്യം ദാസൻ ഏറ്റെടുത്തു. അവളോട് വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം കേട്ടുകൊണ്ട് തല കൊനിച്ചു നിൽക്കുകയായിരുന്നു വസു. അത് കണ്ടുകൊണ്ട് ദാസൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മോള് പേടിക്കണ്ട. ഇവിടെ ആരും നിന്നെ നിർബന്ധിക്കില്ല. എന്റെ കുട്ടിക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമില്ലാന്ന് വെച്ചാ അങ്ങനെ. ദാ, നിന്റെ അച്ഛൻ പോലും അങ്ങനെയാ ഞങ്ങളോട് പറഞ്ഞത്. അത് കേട്ടതും വസു ദാസന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് കൃഷ്ണനെ നോക്കി. കൃഷ്ണൻ പതിയെ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചു. എന്റെ കുട്ടിക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ഈ അച്ഛൻ ചെയ്യില്ല. ഒരിക്കൽ ഒരബദ്ധം, അല്ല അപരാധം ഞാൻ ചെയ്തു. മനഃപൂർവമല്ല, പറ്റിപ്പോയി. ഇനിയും ഞാൻ അത് ആവർത്തിക്കില്ല. എന്റെ കുട്ടിക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ഭരതനോടും രഘുരാമനോടും പറഞ്ഞോളാം. എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണച്ചാ. വസുവിന്റെ മറുപടിയിൽ ഞെട്ടി നിൽക്കുകയാണ് ശ്രീലകത്തുള്ളവർ.